സംസ്ഥാനത്തെ വിവിധ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലും സംഘടനാ ഓഫീസുകളിലും സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. തിരുവനന്തപുരത്ത് നിയമസഭാ ആസ്ഥാനത്ത് സ്പീക്കർ ഷംസീർ പതാക ഉയർത്തി. നിയമസഭാ വാച്ച് ആൻഡ് വാർഡ് നൽകിയ ഗാർഡ് ഓഫ് ഓണർ പരിശോധിച്ചു. ഗാന്ധി പ്രതിമയിൽ നടത്തിയ ശേഷമാണ് പതാക ഉയർത്തിയത്. കേരള ഹൈക്കോടതി അഭിഭാഷക സംഘടനയുടെ ആഭിമുഖ്യത്തിൽ കൊച്ചിയിൽ കേരള ഹൈക്കോടതി അങ്കണത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടന്നു. രക്തസാക്ഷി മണ്ഡപത്തിൽ സ്വാതന്ത്ര്യം നേടിത്തന്ന ധീരസമര ഭടന്മാർക്കും നായകന്മാർക്കും ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ പുഷ്പചക്രം അർപ്പിച്ചു. തുടർന്ന് കേരള ഹൈക്കോടതി അഭിഭാഷക സംഘടനയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് യശ്വന്ത് ഷേണായി ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം അർപ്പിച്ചു. Growing up on the stories of valor and sacrifice. ബിജെപി സംസ്ഥാന കാര്യാലയത്തിലും ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ദേശീയ പതാക ഉയർത്തി. മുതിർന്ന ബിജെപി നേതാക്കൾ പങ്കെടുത്തു. എറണാകുളം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ മുതിർന്ന അഭിഭാഷകനും കാറ്റ് അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ പ്രസിഡന്റുമായ ഹരിരാജ് എം ആർ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എറണാകുളം ബെഞ്ചിലെ ജീവനക്കാരും അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. അതുപോലെ മറ്റ് രാജ്യങ്ങളായ ഫ്രാൻസ്, പോർച്ചുഗൽ, പല രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് കോളനികൾ ഒത്തിരി ഉണ്ടായിരുന്നു. ഇവർക്കെല്ലാം രണ്ടാം ലോക മഹായുദ്ധ തിരുവനന്തപുരം തൈക്കാട് റെയിൽവേ ഡിവിഷണൽ ഓഫീസിൽ ഡിവിഷണൽ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രാക്കർ ദേശീയ പതാക ഉയർത്തി. റെയിൽവേ ജീവനക്കാരുടെ കലാപരിപാടികൾ സ്വാതന്ത്ര്യദിനാഘോഷത്തെ വർണ്ണാഭമാക്കി. പാലക്കാട് റെയിൽവേ ഡിവിഷൻ ആസ്ഥാനത്ത് നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ഡിവിഷണൽ റെയിൽവേ മാനേജർ മധുകർ റൌത്ത് അഭിവാദ്യം സ്വീകരിച്ചു. തുടർന്ന് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകിയ അദ്ദേഹം റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ പരേഡും പരിശോധിച്ചു.